അങ്ങനൊരു ട്രെയിൻസ് ഹൈവേ, അതായത് ഒരു നമ്മുടെ എക്സ്പ്രസ് ഹൈവേ മാതിരി ഒരു ഹൈവേ വന്നാൽ നമ്മുടെ പരിസ്ഥിതി, കേരളത്തിൻ്റെ പരിസ്ഥിതി എത്രത്തോളം അതിന് അനുയോജ്യമായിരിക്കും? ഇപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി അനുയോജ്യം ആയതിനേക്കാളും ഇതിനകത്തൊരു ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു റോഡ് പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ഇവൺ എന്ത് പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റിയ ടെക്നോളജീസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്, അതിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊന്നുമില്ല ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇപ്പം മേ ബി നമുക്കിപ്പം എന്താണ് നമുക്ക് ഈ ഒന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ പോവും, ഫില്ലിംഗ് കൊണ്ട് ആ ഒരു അലൈൻമെൻറ്റ് പ്രപ്പോസ് ചെയ്ത് നമുക്ക് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പം അത് ഒഴിവാക്കിയിട്ടുള്ള അലൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ, സബ്വേസ്, വയഡാക്ട് എല്ലാം വെച്ചിട്ട് മേ ബി കോസ്റ്റ് ഒരു വിഷയമായിരിക്കും. കാരണം ഇങ്ങനെ വരുമ്പോൾ മേ ബി കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും നമ്മളൊരു 25 years ഫ്രം നൗ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ് അതൊരു ഒന്നും ആയിരിക്കില്ല. അപ്പം ഇതും പറഞ്ഞ് നമ്മൾ വെച്ച് താമസിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം മേ ബി ഇപ്പം നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ അലൈൻമെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് അത് പരിസ്ഥിതിക്ക് മോശം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അടുത്ത അലൈൻമെൻറ്റ് പ്ലാൻ ചെയ്യണം. അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വീണ്ടും വേറെ ഡിഫറെൻറ്റ് റൂട്ട് പ്രപ്പോസ് ചെയ്യണം. അതല്ലെങ്കിൽ വേറെ ഈവൻ മേ ബി ഇപ്പം വയലിൽ വരുന്ന സ്ഥലത്ത് നമുക്കിപ്പം ഇപ്പോൾ വീട് നടക്കില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം മേ ബി അവിടെ അത്രയും ലെങ്ത്തിൽ നമുക്കിപ്പോൾ ഈവൻ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഇട്ടിട്ട് അതിന് മേലെ കൂടെ അതിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ പോലും പ്രോബ്ലം ഇല്ല. കാരണം ഇപ്പം നമ്മൾ കടലിൽ വരെ ബ്രിഡ്ജസ് ചെയ്യുന്നു, അണ്ടർ പാസേജ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊരു ചെറിയൊരു പ്രശ്നമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡെവലപ്മെന്റിന് എതിരെ തടസ്സം മറ്റ് സ്റ്റേറ്റെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കർണാടക തന്നെ, ബാംഗ്ലൂർ വളരെ ഡെവലപ്ഡ് ആയി. കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ, ഗുജറാത്തിനെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത ഗുജറാത്തിലായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയം അത് വളരെ നന്നായിരിക്കുന്നു. കാരണം ജനകീയമാക്കിയിരിക്കുകയാണ്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി. കാരണം വികസനത്തിന് ഒരു വിട്ടുവീഴ്ച അദ്ദേഹം കാണിക്കുന്നത്. അത് സാധാരണ ജനങ്ങൾ മുതൽ അവിടെ ഏറ്റവും അനുഭവിക്കുന്ന ഒരുപാട് നല്ല ജനങ്ങളാണ്. അപ്പോൾ ഒരു വികസനം ഉണ്ടാവുന്ന കാര്യത്തിൽ നമ്മുടെ കേരളം വളരെ പിറകിലോട്ടാണ്. ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടാണ്. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ഇവിടുത്തെ ആ മെൻറ്റാലിറ്റി മാറിയാൽ മാത്രമേ കേരളത്തിനും വികസനം ഉണ്ടാവൂ എന്ന് പറയുന്നതിൽ അത് താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? കാരണം നമ്മുടെ ഇവിടെ വികസനത്തിന് വേണ്ടി ഇതുവരെ ആരും സമരം ചെയ്തിട്ട് എൻ്റെ അറിവിലില്ല. കാരണം നമുക്കിപ്പോൾ ഒരു 6 lane ഹൈവേ വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് വേ വേണം എന്ന് പറഞ്ഞിട്ട് ആരും സമരം ചെയ്തിട്ടില്ല. അതിനെതിരെ സമരം ചെയ്തിട്ടുള്ളൂ. എല്ലാ തരത്തിലും മൊത്തത്തിലൊരു നാഷണൽ വേസ്റ്റ് ആണ്, ബുദ്ധിമുട്ടുന്ന രീതിയാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം മാറി നമുക്ക്, കാരണം ഇവിടെ ഒരു അധികവും മൺസൂൺ അത്രയും പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ബിഹേവിയറാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് പ്രോപ്പർ ഡ്രെയിൻസ് ഒക്കെ ഉള്ള റോഡ് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ അതിനെ കൊണ്ടുപോകണം. കാരണം ഇപ്പം ജപ്പാനിലിപ്പം എർത്ത് വന്നു, ഇപ്പം ആ ടോൾ വാസ് 10,000 അല്ലെങ്കിൽ 20,000 ആക്ച്വലി. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡിൽ എർത്ത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 2 lakhs or 20 lakhs ആയിരുന്നു. കാരണം അവർ അത്രയ്ക്കും പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം അതൊരു എർത്ത് പ്രോൺ ഏരിയ ആണ്. അവർക്ക് അത്രയ്ക്കും പ്രിപ്പയർഡ് ആണ്. ഈ എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ആ ടോൾ ആക്ച്വലി അത്രയും കുറഞ്ഞത്. കാരണം മോർ ദാൻ 6 മാഗ്നിറ്റ്യൂഡ് റിച്ചർ സ്കെയിൽ വന്നിട്ട് അത്രയും ടോൾ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അവരുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ നമ്മളിവിടെ അതുപോലത്തെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓരോ ഇതിനുണ്ട് സിസ്റ്റം വന്നിട്ടില്ല. നമ്മുടെ ഈവൻ ആ സോണിങ് പോലും ഇതുവരെ പ്രോപ്പർ ആയിട്ടില്ല എർത്ത് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു. അത് പ്രദീപിനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാടുകളിലൂടെ ഇന്നത്തെ സമൂഹം നടന്നാൽ കേരളം വികസിക്കേണ്ടതാണ്. കേരളം എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് വികസനത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ മറ്റുള്ള നമ്മുടെ എല്ലാ കാര്യത്തിലും, ലിറ്ററേച്ചറിലും ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാമതാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു പ്രദീപ് എന്ന ഒരു വ്യക്തിയുടെ അല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വികസനമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് വികസനത്തിനെതിരായിട്ടുള്ള സമരങ്ങളാണ് നമുക്കിവിടെ നടക്കുന്നത്. ഒരു വികസനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അതിലേക്കാണ് നമ്മൾ നടക്കേണ്ടത്. തീർച്ചയായും താങ്കളുടെ വാക്കുകൾ വളരെ നന്നായിരിക്കുന്നു. അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണം. ഇങ്ങനെ ഒരു വെൽ സ്റ്റഡീഡ്, കാരണം താങ്കളൊരു ബിസിനസ്സുകാരനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം സമൂഹത്തിന് കൂടെ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഇതൊക്കെ വളരെ ചെറുപ്പം മുതൽ എവിടെ നിന്നാണ് താങ്കൾക്ക്? ഞാൻ ആക്ച്വലി കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റി റോട്ടറി ക്ലബിൻ്റെ അടുത്ത പ്രാവശ്യത്തെ പ്രസിഡൻ്റാണ് ഞാൻ. പ്രസിഡന്റ് ഡയറക്റ്റാണ് ഇപ്പോൾ.
അപ്പം അടുത്ത വർഷത്തെ പ്രസിഡൻ്റാണ്, ജൂലൈ മുതലുള്ള പ്രസിഡൻ്റാണ്. അപ്പം ഒത്തിരി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തിരി ട്രെയിനിങ് സെമിനാർസും അതും ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ അറിവ് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുത്തതാണ്. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ? ഫ്യൂച്ചർ ഒന്നുമില്ല, നന്നായിട്ട് ഇതുപോലെ ബിസിനസ് ചെയ്യണം. ബിസിനസ്സുകാരൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്താണ്. ആ ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഡൈവേഴ്സിഫിക്കേഷൻ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർലോക്കിംഗ് ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങി. നമ്മൾ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ ഇൻ്റർലോക്കിംഗ് 4 വർഷം മുമ്പ് നമ്മുടെ ഫേമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. ആ ഒരു മെത്തേഡ് ആക്ച്വലി ഈ റോഡ് ഡാമേജസ് വരുന്ന എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു ചെയ്യുന്നുണ്ട്. ഇപ്പം കാസർഗോഡ് ഇപ്പം തെക്കിൽ അവിടെയൊക്കെ ഇൻ്റർലോക്കിംഗ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ഇത് വരും. അപ്പോൾ ആക്ച്വലി ഈ റോഡ് മഴവെള്ളം കെട്ടി നിന്ന് പൊട്ടിപ്പൊളിയുന്ന ഒരു പ്രശ്നം മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ പോകുമ്പോൾ അറിയാം, അവിടെ ഇപ്പോൾ ഇത്രയും നാളായിട്ട് അത് ഭദ്രമായി നിൽക്കുന്നുണ്ട്, 4 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വ്യക്തി സമൂഹത്തിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കും? സമൂഹത്തിനോട് എത്രത്തോളം എന്ന് വെച്ചാൽ അതിനൊരു ഒരു അളവില്ല. പുള്ളിയുടെ ഒരു ആത്മാർത്ഥതയോടെ പുള്ളിക്ക് എങ്ങനെ സമൂഹത്തെ സേവിക്കണം എന്നുള്ള പുള്ളിയുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി പുള്ളി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിനുവേണ്ടി പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. വളരെ നന്ദി. തിരക്കേറിയ സമയത്ത് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രീ പ്രദീപുമായിട്ടുള്ള അഭിമുഖത്തിൽ ഉടനീളം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ റോഡിനെ കുറിച്ചുള്ള റോഡ് എങ്ങനെ ആയിരിക്കണം, ഒരു റോഡ് സഞ്ചാരയോഗ്യമാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടസ്സമായിട്ടുള്ള എന്തൊക്കെയാണ്, അതുമാത്രമല്ല ഒരു ബിസിനസ് പ്ലാൻ, ബിസിനസ്സിൻ്റെ വിഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ വലുതാണ്. ഇന്നത്തെ സമൂഹത്തിന് അത് ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും കുടുംബത്തിനും ഒരുപാട് നന്മകൾ സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.